നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളോട് സംസാരിച്ച് നമ്മൾ ഓരോരുത്തരെയും ധന്യമാക്കിയ നാം ഡൽഹി ജനറൽ സെക്രട്ടറി കൂടിയായ സുദർശൻ പിള്ള, പ്രോഗ്രാം നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച വൈസ് ചെയർമാൻ കനിയ ശാന്തിഭൂമി, വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളായ രക്ഷാധികാരി ഡോക്ടർ രാജൻ സ്കറിയ, ജനറൽ കൺവീനർ മിസ്റ്റർ സൈനുദ്ദീൻ എ.ടി, നാം കേരള വൈസ് ചെയർമാനും ലോക കേരള സഭയുടെ ബഹുമാന്യ മെമ്പർ കൂടിയായ മിസ്റ്റർ പി.കെ. കബീർ സലാല, ചീഫ് കോർഡിനേറ്റർ ശ്രീമതി ആലി സഖറിയ, വൈസ് ചെയർമാൻ വർഗീസ് കുട്ടി കുറ്റിച്ചിറ, കൺവീനർ വർഗീസ് ടി നൈനാൻ, ശ്രീമതി ലത ഉമ്മൻ, മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ, എൻ്റെ എളിയ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാം ഡൽഹി കുടുംബാംഗങ്ങളെ നമസ്കാരം. ഇവിടെ നമ്മൾ സമ്മേളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം സ്നേഹവിരുന്നൊരുക്കി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണല്ലോ. ആദ്യമായി ഈ ഉദ്യമം വിജയിപ്പിക്കുവാൻ സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാ സുമനസ്സുകളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പ്രോഗ്രാമിന്റെ ഔചിത്യം. രണ്ട്, ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്തേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച്. ഇതാണ് രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ജനറൽ കൺവീനർ കൂടിയായ എ.ടി. സൈനുദ്ദീൻ സാറിന്റെ ഉചിതമായ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അടുത്ത ശനിയാഴ്ച നടത്താനിരിക്കുന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സലും നോട്ടീസ് പ്രകാശനവുമാണല്ലോ നമ്മുടെ വാട്സപ്പ് കുടുംബ സ്ക്രീനിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പരസ്പര ക്ലേശങ്ങൾ ദൂരീകരിക്കാനായില്ലെങ്കിൽ പിന്നെ നാം എന്തിനു ജീവിക്കണം എന്ന തോന്നലാണല്ലോ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മെ പ്രധാനമായും പ്രേരിപ്പിക്കുന്നു. ആദ്യമായി എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഭിന്നശേഷിക്കാരും അനാഥരുമായ നമ്മുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്ന സുമനസ്സുകളെ നന്ദിയോടെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. ഈശ്വരൻ നന്ദി പറയാം. കഴിഞ്ഞ തവണ ഡൽഹി മട്ടുപ്പാവിലെ കൂട്ടുകൃഷി വിളവെടുപ്പിൽ നിന്ന് ലഭിച്ച ലേലത്തുക കൊണ്ടാണ് നാം ഡൽഹി 300-ലധികം വരുന്ന തെരുവ് മക്കൾക്ക് വിരുന്നൊരുക്കിയത്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പ്രാവശ്യം കേരളത്തിലെ കാലവർഷത്തെ അതിജീവിച്ച് നിങ്ങൾ ഓരോരുത്തരും നൽകിയ സഹായം കൊണ്ടാണ് നാം അടുത്ത ദിവസം ഭിന്നശേഷിക്കാരോടൊപ്പം പ്രോഗ്രാം നടത്താൻ ഒരുങ്ങുന്നത്, സ്നേഹവിരുന്നിന് ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ചില സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ചില സന്ദേശങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കി ഔചിത്യപൂർവ്വം കാര്യപരിപാടികൾ നടത്താനാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ വേണ്ടത്? എന്താണ് പലരുടെയും സന്ദേഹങ്ങൾ? ആ ഫീലിംഗ് എന്താണ്? കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലർക്കും വ്യത്യസ്തമാണല്ലോ. പൊതുവെയുള്ള കാഴ്ചപ്പാട് നമുക്കറിയാം. എന്താ? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. ഇത് ഏറ്റവും മഹത്വമുള്ളൊരു സന്ദേശമാണ്. ഈ വാക്യം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മത്തായി 6:3 മുതൽ 4 മുതലുള്ള വാക്യങ്ങളാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ പ്രധാന ഉദ്ദേശം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രശംസയോ അംഗീകാരമോ ആഗ്രഹിക്കാതെ എളിമയും ആത്മാർത്ഥതയോടും കൂടി ചെയ്യണമെന്നതാണ്, അല്ലേ? സ്വകാര്യമായി നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരെ അറിയിച്ച് പെരുമയും നേടാൻ വേണ്ടി ആകരുത്. മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനും അർഹതപ്പെട്ടവരെ സഹായിക്കാനും വേണ്ടിയായിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? പള്ളികളിലും അമ്പലങ്ങളിലും മറ്റു വർഗീയ പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഈ കാണിക്ക എടുക്കുന്നതും ആരെയും അറിയിക്കാതെ ചെയ്യുന്നതും ഇതേ ആശയത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ അറിയിക്കാതെ വ്യക്തിപരമായി നാം ചെയ്യുന്ന
ഈ ദാനമുണ്ടല്ലോ അത് ശ്ലാഘനീയം തന്നെയാണ്, സംശയമില്ല, അനുഗ്രഹീതമാണ്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഇത് അക്ഷരം പ്രതി പാലിക്കുന്നത് പ്രായോഗികമായി ഉചിതമല്ല. ആധുനിക സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഈ വാക്യത്തെ പല രീതികളിലും ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സ്വകാര്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാം അത് സ്വയം പരസ്യപ്പെടുത്താറില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് ശരിയുമല്ല. എളിമയോടെ ചെയ്യുക, അതാണ് അതിൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ഒരു സാമൂഹ്യ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫണ്ട് ശേഖരണം, അതിൻ്റെ സുതാര്യതയും വിശ്വസ്തയും, അതായത് ട്രസ്റ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഗ്രൂപ്പിൽ നിന്നും സമാഹരിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ കൃത്യവും വ്യക്തവുമായി എല്ലാ കുടുംബാംഗങ്ങളെയും അറിയിക്കേണ്ടതുണ്ട്. അത് സുതാര്യതയുടെ ഉത്തരവാദിത്വത്തോടെ നാം ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും? സംഭാവന നൽകിയ ആളുകൾക്ക് തങ്ങളുടെ പണം എന്തിനു ഉപയോഗിച്ചു എന്നറിയാനുള്ള അവകാശമില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ? ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സംഘടനയുടെ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നു. ഇത് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, എന്തെല്ലാം കാര്യപരിപാടികളാണ് പ്രോഗ്രാമിനുള്ളത്, ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയാണ് നാം ചേർത്ത് പിടിച്ച് കാര്യപരിപാടികൾ അവതരിപ്പിക്കുന്നത്, അതിനായി എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് നാം ഒരുക്കേണ്ടത്, അവരെ ദുർബലരായി മാത്രം കാണാതെ എങ്ങനെയാണ് പ്രചോദനവും ഊർജവും മാനസിക ഉല്ലാസവും ഒക്കെ പകർന്നു കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടി അറിയുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവം കോപിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? ഇല്ല. ദൈവം സന്തോഷിക്കുകയുള്ളൂ. മറ്റുള്ള മനുഷ്യർക്ക് കൂടി പ്രചോദനമാകത്തക്ക രീതിയിലുള്ള ക്രമീകരണം, അതോടൊപ്പം ഭിന്നശേഷിക്കാരെ ആദരിക്കുന്നതിനോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. അവരെയും നാം ആദരിക്കുന്നതിൽ ഒരു അഭംഗിയുമില്ല, ആദരിക്കണം. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകട്ടെ. അന്യോന്യം സ്നേഹിച്ചും സേവിച്ചും ആശ്രയിച്ചും ജീവിക്കാൻ ഇത് നമുക്ക് സഹായകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത പാലിക്കുമ്പോൾ ആളുകൾക്ക് സംഘടനയോടുള്ള വിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ഇത് ഭാവിയിൽ കൂടുതൽ പേർക്ക് സമാനമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും സംഭാവന നൽകുവാനും പ്രചോദനമാകും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ അത് അവർക്കും സമാനമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആകാതിരിക്കില്ല. വ്യക്തിപരമായ പ്രശംസയ്ക്ക് വേണ്ടി അല്ല, മറിച്ച് സമൂഹത്തിൽ കൂടുതൽ മൂല്യങ്ങൾ വ്യാപരിപ്പിക്കാൻ വേണ്ടിയാണ്, ആണല്ലോ. എന്നാൽ വ്യക്തിഗത കാരുണ്യ പ്രവർത്തനമാണെങ്കിൽ അവിടെയാണ് ഡൗട്ട്. ഒരു ഡൗട്ടുമില്ല. വ്യക്തിഗത കാരുണ്യ പ്രവർത്തനമാണെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കുമ്പോൾ അത് മറ്റാരെയും അറിയിക്കേണ്ടതില്ല. അവിടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന വാക്യം അക്ഷരം പ്രതി പ്രസക്തമാണ്. എന്നാൽ ഒരു കൂട്ടായ്മയിലൂടെ പണം പിരിച്ച് ഒരു കാരുണ്യ പ്രവർത്തനം സംഘടിതമായി നടത്തുമ്പോൾ അവിടെ കൂട്ടായ ഉത്തരവാദിത്വവും സുതാര്യതയും അത്യന്താപേക്ഷിതമാണ്. അതാണ് രക്ഷാധികാരി കൂടിയായ ഡോക്ടർ രാജൻസ്കറിയ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സമാഹരിച്ച ഈ പണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ പ്രോഗ്രാമിന് കൃത്യതയും വ്യക്തതയും വരുത്തുന്ന രീതിയിലുള്ള ചടങ്ങ് ഇവിടെ റിഹേഴ്സലായി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം ഈ സ്ക്രീനിൽ പങ്കുവയ്ക്കുന്നത്. ഇത് ദൈവത്തിന് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലാത്ത ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ കരങ്ങൾ ചലിപ്പിച്ചതാണ് ഈ പ്രോഗ്രാം എന്ന് നമുക്ക് കരുതാം. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർത്തുകൊണ്ട് ആശംസകൾ നൽകാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.